നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, സീനാണ്. CBR എങ്ങനെയുണ്ട് വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിച്ചിട്ട്? ഇറങ്ങട്ടെ. റൈറ്റ് ആയിരിക്കോട്ടോ. റൈറ്റോട്ട് നമ്മൾ കുറുമ്പൽക്കോട്ടയിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാ. ചെറുതൊരു അത്യാവശ്യം അല്ല ഉണ്ടല്ലോടാ. പിന്നെ എന്തായാലും കൊള്ളാം.
അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കൂടി ഈ ഓഫ് റോഡ് നമ്മുടെ CBR നമ്മൾ കയറ്റി ഗൈസ്. അതാണ് വേറെ വൈബ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, ഒരു അടിപൊളി ഓഫ് റോഡും കാര്യങ്ങളും കിട്ടുകയും ചെയ്ത്. പൊളിയല്ലേ റാസി? ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു ആ ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ. വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ഓഫ് റോഡും കാര്യങ്ങളാണ്. അത് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ താഴത്ത് പാർക്ക് ചെയ്തിട്ട് മേടെ നടക്കാണ്. ഒരുപാടുണ്ട് കേട്ടോ മുകളിലേക്ക് കിടക്കാൻ. വെട്ടം കാര്യങ്ങൾ കുറച്ച് കുറവാണ്. ഏകദേശം 6 മണിയാവുന്നുള്ളൂ. മുകളിൽ ചെല്ലുമ്പോഴൊരു കിട്ടിലും ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് ഇത്ര ഇവിടെ എത്തി. രക്ഷയില്ല, നല്ല ടയർഡായി പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. എന്താ പറയുക, ആ ഒരു സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾ നേരത്തെ വന്നിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, അതൊന്നും അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാഴ്ചതാ നമ്മളൊക്കെ ഇവിടെ വന്നിട്ട് സൺറൈസും കാര്യങ്ങളൊന്നും ഇതുവരെയും കണ്ടൊന്നുമില്ല. മൊത്തം കോടയുണ്ടോ, കോട നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂഞ്ചിന്ന് തോന്നും, എന്നാലും വൈബ് ഒരു രക്ഷയില്ല, പൊളിയാണ്. ആ കോടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ട് അടിപൊളിയാണ്. പക്ഷേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല ഗൈസ്. അത് മാത്രമുള്ളൊരു ഷോ എന്ന് പറയുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് പോകണേണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിച്ച സൺറൈസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആ ഒരു കോടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടി അല്ലടാ? അതെന്തായാലും പൊളിയായിട്ടുണ്ട്, വൈബാണ് സ്പോട്ടും കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സൺറൈസ് മാത്രം കിട്ടിയില്ലെന്നുള്ളൂ. എന്തായാലും കിടുവാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് ചെമ്പ്ര പീക്കിലേക്കാണ്. ചെമ്പ്ര പീക്കിലെ ആ ഒരു ഹാർട്ട് തടാകവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയാണ്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളും ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മമാരാണെങ്കിൽ കാത്തിരിപ്പുണ്ട്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. എല്ലാവരും അകത്തിരിപ്പുണ്ട്. ഉള്ളിലേക്ക് രാവിലെ ഫുഡ് എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും പുട്ടടിക്കണ. പുട്ട് വേണോ? പുട്ട്
പുട്ട് പുട്ട് പുട്ട് പുട്ട് പുട്ട് എങ്ങനെയുണ്ട്? പുട്ടും നാടൻ മുട്ട പൊളി. അത് രണ്ടും കൂടെ കൂട്ടി അങ്ങ് കുഴച്ചങ്ങ് അടിക്കുക അല്ലേ? സെറ്റാണ് അങ്ങനെ ഒഴിക്കുക. കുഴച്ചിട്ട് അങ്ങോട്ട് അടിപൊളി. എനിക്ക് പുട്ട് മതി. ഒരു കട്ടൻ ചായ വിത്തോട്ട് ഫുഡ് കഴിക്കാതെ ഇന്നലത്തെ രാത്രി ഫുഡ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഫുഡ് എത്ര പോലാണ്. അപ്പോന്ന് പറഞ്ഞു അപ്പോ ആണെങ്കിൽ മരവിച്ച് പുട്ട് കുഴപ്പമുണ്ടായില്ല. പുട്ടടിപ്പം ഫുഡ് പറഞ്ഞു അവിടെ. അപ്പൊ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ എന്താ പറയുക, അപ്പം ഞാൻ വന്നത് ഈ വണ്ടിയിലാണ്, എക്സ്പൾസിലാണ്. അതിൽ പില്ലിയൻ സീറ്റ് ഇത്തിരി ഷോക്കാണ്, അതറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഉള്ള 2 എക്സ്പൾസ്, പിന്നെ ഒരു 390 കുഴപ്പമൊന്നുമില്ല. CBR നമ്മളോട് ചോദിച്ചു നോക്കാം. എടാ CBR എങ്ങനെയുണ്ട് വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിച്ചിട്ട്? അത് ശരി. അപ്പൊ അഡ്വഞ്ചർ 390 ഷോ ഒന്നല്ലെന്നാ പറയണത്. അല്ല, അഡ്വഞ്ചർ ഓണറിനോട് ചോദിക്കാം. സഞ്ജു എവിടെ? ഇവിടെ ഉണ്ട്. എന്താ വിളിച്ചിരിക്കണ? ബാക്ക് പെയിനൊക്കെ എടുത്തിട്ട് സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിക്കണ രണ്ടും. എന്തായാലും വിളിച്ച്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ്, എന്താ പറയാ, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ റൂമിൽ വെച്ച് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ടോക്ക് ചെയ്താൽ അതല്ല ഗൈസ്. അങ്ങനെയല്ല, അതെ നമ്മൾ ഉദ്ദേശിച്ചാവുന്നല്ല, നമ്മൾ ടോക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സിന്റെ രീതിയിൽ അങ്ങനെ പല ഇതും വേണം, മനസ്സിലായ? പറ, നീ പറ. CBR ഓടിച്ചതിന് നല്ല കംഫർട്ട്. അല്ല, അത് കൊണ്ടുവന്നാരാണ് യൂസ് ചെയ്താരാണ് അല്ലെ? CBR ഓടിച്ചവരാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് അല്ലെ? വന്നൂർക്ക് ഒരു 6 റൈറ്റ് കൂടെ കിടപ്പുണ്ടാ. ഈ വണ്ടി ഏതാന്ന് മനസ്സിലായ? എന്റെ മോനെ, ഫോർഡിന്റെ 650 എന്ന് പറഞ്ഞ മോഡലാണ്ടാ. ഇത് പുറത്തുനിന്ന് ഇറങ്ങിയേക്കണേ. നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ എംബ്ലോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടിയാണെന്ന് അറിയത്തില്ല. എന്റെ മോനെ, ഒരു രക്ഷയില്ല ഗൈസ്. കിഡിലോന്ന് പറഞ്ഞ കിഡിലോ. ഇത് ദുബായ് രജിസ്ട്രേഷനാണ് കാണിക്കണേ കേട്ടോ. ഒരു രക്ഷയില്ല, പൊളി മൂട്. എന്തായിട്ടല്ലേ മോനെ. ടയർ സൈസ് നോക്കിയേ. ഇത് ഫോർഡിന്റെ 550 അങ്ങനെ എന്തോ ഒരു പേര്. എടാ, ഫോർഡിന്റെ ഏതാ വണ്ടി എന്ന് പറഞ്ഞ? 650. ഫോർഡിന്റെ 650 എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. എന്റെ മോനെ, ഒരു രക്ഷയില്ല, പൊടി. എന്താല്ലേ എന്റെ സസ്പെൻഷൻ നോക്കി. എന്റെ മോനെ, ഒരു രക്ഷയില്ല, കിട്ടു. എന്താലേ ഗൈസ്. അപ്പൊ ആ വണ്ടി കണ്ടപ്പോ ജസ്റ്റ് നിർത്തിയാണ്. ഒരു രക്ഷയില്ല, കിട്ടിലോന്ന് പറഞ്ഞ കിട്ടിലെ റൈറ്റ് നമ്മുടെ ബോച്ചയുടെ വണ്ടിയാണ്. എന്താ പറയാ, പൊളി മൂട് സാധനം. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് തിരികെയാണ്. നമ്മൾ പോകാൻ പറ്റിയ സൂചിപ്പാറയെന്ന് പറഞ്ഞ് അങ്ങോട്ട് നമ്മൾ പോയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാ ബാണസുര ഡാമിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ട്, അമ്മരുടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുക.
അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. സൂചിപ്പാറയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ ചാൻസ് ഇല്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ലൈറ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് മുത്തങ്ങ പോകണം. മുത്തങ്ങ ഫോറസ്റ്റ് കയറി ബന്ദിപ്പൂർ. അപ്പോൾ അതാണ് അടുത്ത ഒരു പ്ലാൻ വന്നേക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ചേഞ്ച് ആക്കി ബാണാസുര ഡാം അതെന്തായാലും കാണാമല്ലോ ഓർത്ത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം അതിന് പോകാനുണ്ട് ഇല്ലേ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ച. ഒരുപാടുണ്ട് സംഭവം നടക്കാനായിട്ട്. ഷീന എവിടെ പോടാ? ഷീന ഇതെല്ലാം നല്ല വ്യൂ പോയിന്റ് ആണോ. ഇവിടെ നിന്ന് കാണാൻ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ഇപ്പം നൈസാവാൻ ചാൻസ് ഉണ്ട്. അതിങ്ങനെ ഈ സ്റ്റെപ്പ് ഫുള്ളിങ്ങനെ കയറി പോകണം. ഷട്ടർ തുറന്നോ? ഇതിൽ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇതാണ്ടോ. നൈസ് വ്യൂ ആണ്. ഇവിടെ ബോട്ടിങ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് ആണെങ്കിൽ ബോട്ടിങ് ചെയ്യാം. എന്തായാലും സെറ്റാണ്ടാ, പൊളി വൈബ്. പിന്നെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലുണ്ട്. എന്താല്ലേ പൊളി വൈബ് ഗൈസ്. നമ്മൾ വന്ന ടൈം കുറച്ച് ലേറ്റ് ആയി പോകുന്നു അല്ലേ. രാവിലെ പറഞ്ഞിട്ടായിരുന്നു ശരിക്കും പറഞ്ഞു. രാവിലെ വന്നെങ്കിൽ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളുണ്ട്. ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പം ഇങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കാണുകയാണ് ചെയ്യാം. പിന്നെ ഇവിടെ വണ്ടി അവൈലബിൾ ആണ്. നമുക്ക് വണ്ടി എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോകാൻ ചെയ്യാൻ പറ്റൂട്ടോ. ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടുള്ളൂ. ഒരു രക്ഷയില്ല കേസ്. പിന്നെ നമുക്ക് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഉണ്ട്, ബോട്ടിങ്, അതുപോലെ തന്നെ നല്ല ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് താഴത്തുനിന്ന് മുകളിലേക്ക് വണ്ടിയുണ്ട്. എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വണ്ടിയിൽ നേരെ കയറി വരാം. എന്തായാലും നൈസാ ഗൈസ്. ഈ വെയിലത്ത് വന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാനൊന്നും നോക്കത്തില്ല. ഐസ്ക്രീം കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പൊ അതിൽ കയറാൻ വേണ്ടി വന്നണ്ട. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. സീനാണ്. ഇവിടെ കൊറേ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കേറാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ്. കുറെ നാളെ ഊഞ്ഞാലൊക്കെ അടിയെന്ന് പറഞ്ഞ് പഴയ ഒരു മെമ്മറീസ് ഒക്കെ ഓർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്ട. എങ്ങനെയാ ഷീന? പപ്പ ബാക്കിലടിക്കടാ. പപ്പ പപ്പ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
വന്നവർക്ക് നമ്മൾ ആനേനൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. വീഡിയോസ് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റില്ല.